ആത്മോപദേശ ശതകം ഓഡിയോ ബുക്ക് തുടരുന്നു. 21 ശ്ലോകം. പ്രിയമൊരു ജാതിയിതൻ പ്രിയം ത്വദീയ പ്രിയമപരപ്രിയമെന്നനേകമായി പ്രിയ വിഷയം പ്രതി വന്നിടും ഭ്രമം തൻ പ്രിയമപരപ്രിയമെന്നറിഞ്ഞിടേണം. പ്രിയം ഒരു ജാതി, എല്ലാവരുടെയും പ്രിയം ഒരേ തരത്തിലുള്ളത് തന്നെ. ഇത് എൻ പ്രിയം, ഇതാണ് എനിക്കിഷ്ടം. ത്വദീയ പ്രിയം, നിനക്കിഷ്ടം മറ്റൊന്നാണ്. അപരപ്രിയം, മറ്റൊരാൾക്കിഷ്ടം വേറൊന്നാണ്. എന്നനേകമായി, എന്നിങ്ങനെ പലതരത്തിൽ. പ്രിയ വിഷയം പ്രതി, ഇഷ്ടപ്പെട്ട വിഷയങ്ങളെക്കുറിച്ച് വന്നിടും ഭ്രമം, ഒന്നിലധികം തോന്നലുകൾ ഉണ്ടാകുന്നത് വെറും ഭ്രമം. തൻ പ്രിയം, അവനവൻ്റെ ഇഷ്ടം തന്നെയാണ്. അപരപ്രിയം എന്നറിഞ്ഞിടണം, അന്യൻ്റെയും ഇഷ്ടം എന്ന് ചിന്തിച്ചറിയേണ്ടതാണ്. എല്ലാവരുടെയും പ്രിയം ഒരേ തരത്തിലുള്ളത് തന്നെ. ഇതാണ് എനിക്കിഷ്ടം, നിനക്കിഷ്ടം മറ്റൊന്നാണ്, മറ്റൊരാൾക്കിഷ്ടം വേറൊന്നാണ്. എന്നിങ്ങനെ പലതരത്തിൽ ഇഷ്ടപ്പെട്ട വിഷയങ്ങളെക്കുറിച്ച് ഒന്നിലധികം തോന്നലുകൾ ഉണ്ടാകുന്നത് വെറും ഭ്രമം. അവനവൻ്റെ ഇഷ്ടം തന്നെയാണ് അന്യൻ്റെയും ഇഷ്ടം എന്ന് ചിന്തിച്ചറിയേണ്ടതാണ്. പ്രിയമൊരു ജാതി, സുഖം തരുന്ന വസ്തുവാണല്ലോ പ്രിയവസ്തു. അങ്ങനെയാണെങ്കിൽ സകലരുടെയും പ്രിയവസ്തു ഒന്നാണ്. അതായത് അവനവൻ്റെ ഉള്ളിൽ തന്നെയുള്ള ആത്മതത്വം. ബൃഹദാരണ്യകോപനിഷത്തിൽ യാജ്ഞവൽക്യൻ തൻ്റെ ഭാര്യയായ മൈത്രേയിയോട് ഇക്കാര്യം വിസ്തരിച്ച് പ്രതിപാദിക്കുന്നു. ഭർത്താവ് ഭാര്യയെ പ്രിയപ്പെടുന്നത് ഭാര്യയ്ക്ക് വേണ്ടിയല്ല, ആത്മപ്രിയത്വം ഹേതുവായിട്ടാണ്. ഭാര്യ ഭർത്താവിനെ പ്രിയപ്പെടുന്നത് ഭർത്താവിന് വേണ്ടിയല്ല, ആത്മപ്രിയത്വം ഹേതുവായിട്ടാണ്. അച്ഛൻ പുത്രനെയും പുത്രൻ അച്ഛനെയും പ്രിയപ്പെടുന്നത് ആത്മാവിനോടുള്ള പ്രിയം കൊണ്ട് മാത്രമാണ്. മനുഷ്യൻ വീടിനെയോ ധനത്തെയോ പ്രിയപ്പെടുന്നത് വീടിനോടോ ധനത്തോടോ ഉള്ള പ്രിയം കൊണ്ടല്ല, ആത്മാവിനോടുള്ള പ്രിയം കൊണ്ടാണ്. ആത്മാവിന് അപ്രിയമെന്ന് തോന്നിയാൽ ഇവയെല്ലാം ഉപേക്ഷിക്കപ്പെടും. ഇക്കാര്യം വിസ്തരിച്ചു പ്രതിപാദിച്ച ശേഷം യാജ്ഞവൽക്യൻ ചർച്ച ഉപസംഹരിക്കുന്നത് ഇപ്രകാരമാണ്. നവാ അരേ സർവസ്യ കാമായ സർവം പ്രിയം ഭവതി, ആത്മനസ്തു കാമായ സർവം പ്രിയം ഭവതി. മൈത്രേയി, എല്ലാവരുടെയും ഇഷ്ടത്തിനു വേണ്ടിയല്ല എല്ലാം പ്രിയമായിരിക്കുന്നത്, അവനവനിലുള്ള ആത്മാവിൻ്റെ ഇഷ്ടത്തിനു വേണ്ടിയാണ് മറ്റെല്ലാം പ്രിയപ്പെട്ടതായിരിക്കുന്നത്. ആത്മപ്രിയമാണ് വലുതെങ്കിൽ ആ ആത്മാവ് അന്വേഷിക്കപ്പെടേണ്ടതും കണ്ടുപിടിക്കപ്പെടേണ്ടതുമാണെന്നാണ് യാജ്ഞവൽക്യൻ്റെ നിഗമനം. എന്താണ് ആത്മപ്രിയത്വം? മനസ്സുപശമിച്ച് ഉള്ളിൽ പ്രസന്നതയും സ്വസ്ഥതയും വന്നുചേരണം എന്നുള്ള ആഗ്രഹമാണ് ആത്മപ്രിയത്വം. മനസ്സ് ഉപശമിച്ച് ഉള്ളിൽ പ്രസന്നതയും സ്വസ്ഥതയും വന്നുചേരണം എന്നുള്ള ആഗ്രഹമാണ് ആത്മപ്രിയത്വം. പ്രിയമായ ആത്മാവ് അനുഭവ വിഷയമാകുന്നത് അപ്പോൾ മാത്രമാണല്ലോ. അറിഞ്ഞോ അറിയാതെയോ ഈ രീതിയിൽ പ്രിയമായ ആത്മലാഭം നേടാനാണ് എല്ലാവരും എല്ലാറ്റിനെയും സ്നേഹിക്കുന്നത്. തൽക്കാലം പ്രിയതമയെന്ന് കരുതപ്പെടുന്ന ഭാര്യ പോലും ആത്മാവിന് സ്വസ്ഥത നൽകാത്തവണ്ണം പെരുമാറിയാൽ പ്രിയതമയല്ലാതായിത്തീരും എന്ന് തീർച്ചയാണല്ലോ. ബാഹ്യവസ്തുക്കളിലൊന്നും ഇതെനിക്കെന്നും പ്രിയപ്പെട്ടതാണെന്ന് പറയാവുന്നതായില്ല. ഇതെനിക്കെന്നും പ്രിയപ്പെട്ടതാണ് എന്ന് പറയാവുന്നതായില്ല. സ്വന്തം രാഗദ്വേഷങ്ങൾ മാറി മാറി വരുന്നതനുസരിച്ച് പ്രിയവസ്തുക്കളും മാറി മാറി വന്നുകൊണ്ടേയിരിക്കും. എന്നാൽ ആത്മാവിനോടുള്ള പ്രിയം ഒരിക്കലും നശിക്കുന്നില്ല. തനിക്കൊരു കേടും വരരുത്, താൻ ഒരിക്കലും ഇല്ലാതാകരുത് എന്നൊക്കെ കരുതുന്നത് ആത്മപ്രിയത്വം നിമിത്തമാണ്. ഇന്ദ്രിയങ്ങൾ ക്ഷീണിച്ച് ജരാനര ബാധിച്ചു, മരണവും സമീപത്തായി, എങ്കിലും ജീവിക്കാനാണ് ആശ. ആത്മാവ് പ്രിയതമം ആയതാണ് ഇതിന് കാരണം. ആത്മഹത്യ ചെയ്യുന്നത് പോലും
ആത്മാവിനെ ക്ലേശവിമുക്തമാക്കാനാണെന്ന് തീർച്ചയല്ലേ? അതുകൊണ്ട് ശ്രീ ശങ്കര ഭഗവത്പാദർ ഇങ്ങനെ പ്രസ്താവിക്കുന്നത്: തസ്മാദാത്മാ കേവലാനന്ദരൂപോ സർസ്മാദ്വസ്തുനഃ പ്രേഷ്ഠ ഉക്തഃ യോ വാസ്മാത്മന്യതേന്യം പ്രിയായ സ്വയം തസ്മാത് ശോകമേവാനുഭുങ്ക്തേ. സർവ വേദാന്ത സാര സംഗ്രഹം 631 ശ്ലോകം. അതുകൊണ്ട് കേവല ആനന്ദരൂപമായ ആത്മാവാണ് മറ്റെല്ലാറ്റിനേക്കാളും പ്രിയപ്പെട്ട വസ്തു. ആത്മാവിൽ നിന്നും അന്യമായ ഒന്നിനെ പ്രിയമായി കരുതുന്നവൻ അതു നിമിത്തം തന്നെ ദുഃഖിതനായിത്തീരുന്നു. ആത്മാവിൽ നിന്നും അന്യമായ ഒന്നിനെ പ്രിയമായി കരുതുന്നവൻ അതു നിമിത്തം തന്നെ ദുഃഖിതനായിത്തീരുന്നു. ആത്മാവല്ലാതെയുള്ള സകലതും നിരന്തര പരിണാമികളും നശ്വരങ്ങളുമാണ്. അവയെ ആശ്രയിച്ചുകൊണ്ടുള്ള സുഖവും പരിണാമിയും നശ്വരവുമായിരിക്കും എന്ന് പറയേണ്ടതില്ലല്ലോ. അതുകൊണ്ടാണ് ഗീത അനുശാസിക്കുന്നത്: അനിത്യമസുഖം ലോകം ഇമം പ്രാപ്യ ഭജസ്വമാം. ഭഗവത്ഗീത 9:33. അനിത്യവും അസുഖവുമായ ഈ ലോകത്തെത്തിയാൽ ആത്മാവായി ആനന്ദനിധിയായി വർത്തിക്കുന്ന പരബ്രഹ്മത്തെ ഭജിക്കുകയാണ് വേണ്ടത്. ഇതെല്ലാം മനസ്സിൽ കരുതിക്കൊണ്ടാണ് ഗുരുദേവൻ്റെയും പ്രിയങ്ങൾ ഭിന്നങ്ങളായി കാണുന്നത് ബ്രഹ്മമാണെന്നും എല്ലാവരുടെയും പ്രിയം ഒന്നാണെന്ന് അറിയണമെന്നും നമ്മോട് ആവശ്യപ്പെടുന്നത്. സുഖാവഹമായ കർമ്മനയം. ആത്മാവാണ് സർവപ്രിയതമമായ വസ്തുവെങ്കിൽ ആത്മാവിനോട് കൂടുതൽ കൂടുതൽ അടുക്കുവാനുള്ള വഴി എന്താണ്? എല്ലാറ്റിലും ആത്മസത്തയെ ദർശിച്ചുകൊണ്ട് സകലർക്കും നന്മ വരാൻ ആഗ്രഹിച്ച് കർമ്മം ചെയ്യുക. എല്ലാറ്റിലും ആത്മസത്തയെ ദർശിച്ചുകൊണ്ട് സകലർക്കും നന്മ വരാൻ ആഗ്രഹിച്ച് കർമ്മം ചെയ്യുക. കാരുണ്യവും കഷ്ടസഹനവും ശീലിക്കുക. ത്യാഗവും സത്യവും അനുഷ്ഠിക്കുക. ഈ ഗുണങ്ങൾ മാത്രമേ മനസ്സിനെ വികസിപ്പിക്കൂ. നിർഭയമായ മനുഷ്യസേവനം സാധ്യമാക്കി തീർക്കൂ. കാമക്രോധാദിയും മതമാത്സര്യങ്ങളും മനസ്സിനെ സങ്കുചിതമാക്കി ആത്മാവിനെ മറയ്ക്കുന്ന അജ്ഞാന ആവരണത്തിന് കട്ടികൂട്ടുകയേയുള്ളൂ. നേരെ മറിച്ച് സത്യധർമാദികൾ മനസ്സിനെ വികസിപ്പിച്ച് ആവരണത്തെ കൂടുതൽ കൂടുതൽ നേർമയുള്ളതാക്കി തീർക്കുന്നു. അങ്ങനെ ആത്മസ്വരൂപമായ ആനന്ദവും ശാന്തിയും മനസ്സിന് കൂടുതൽ കൂടുതൽ പകർന്നു കിട്ടാൻ ഇടവരുന്നു. ഈ മഹാരഹസ്യം അനുഭവിച്ചറിയുകയും അതിൻ്റെ പശ്ചാത്തലത്തിലുള്ള ഉജ്ജ്വലമായ മനുഷ്യ സേവനത്തിൻ്റെ മഹത്വം ആസ്വദിക്കുകയും ചെയ്തുകൊണ്ടാണ് അത്തരം ആത്മനിഷ്ഠമായ ജീവിതത്തിനു വേണ്ടി അടുത്ത 3 പദ്യങ്ങളിൽ ഗുരുദേവൻ നമ്മെ ആഹ്വാനം ചെയ്യുന്നത്. ഓഡിയോ ബുക്ക് തുടരുന്നതാണ്.